ചെയ്യണ്ട നമുക്ക് തോന്നും, എന്നാലും നമ്മളത് ചെയ്യും. അതിനെയാണ് കഴപ്പെന്ന് പറയുന്നത്. നമ്മളൊരു ചലഞ്ച് ഇങ്ങനെ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ പയ്യൻ വന്നിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞ് അവൻ ഈ ചലഞ്ച് ചെയ്യണം. അപ്പൊ നമ്മൾ പറഞ്ഞു ഇത് ഇച്ചിരി പാടാണ്, നിന്നെ കൊണ്ട് പറ്റത്തില്ല, കണ്ടാലൊരു പാവം, പക്ഷെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. അപ്പൊ അവൻ അഹങ്കാരത്തോടെ പറഞ്ഞ് അവൻ എന്ത് ചലഞ്ചും ചെയ്യാൻ പറ്റും. അങ്ങനെ അവൻ പറഞ്ഞ സ്ഥിതിക്ക് നമ്മളും വിചാരിച്ച എന്തായാലും ഒരു വലിയ ചലഞ്ച് തന്നെ അവന് കൊടുക്കുക. അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുമില്ലെന്ന് അറിയണമല്ലോ. അതാണ് ഈ വീഡിയോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് കോഴിക്കോട് നിന്ന് ഒരു പയ്യൻ വന്ന് മെക്ഡിന്നൊരു ഫുഡ് ചലഞ്ച് ചെയ്തായിരുന്നല്ലോ. ഞങ്ങൾ ആക്ച്വലി ആ വീഡിയോ ഓഡിയോ കിട്ടിയില്ല എന്ന് പറഞ്ഞ റീൽ ഇട്ടായിരുന്നു. അപ്പൊ റീലിന് താഴെ ഒരുപാട് പേര് കമന്റിൽ വന്ന് പറഞ്ഞ് ആ പയ്യന് ഒരു അവസരം കൂടെ കൊടുക്കാൻ. അങ്ങനെ ഞങ്ങള് കുറച്ചും കൂടെ വലുതായിട്ട് ഒരു ഗെയിം ചലഞ്ച് സെറ്റ് ചെയ്ത് ആ പയ്യനെ വിളിച്ചു. ഗെയിം എന്താണെന്ന് നമ്മുടെ ആരോൺ എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, ബേസിക്കലി ഗെയിം വളരെ സിമ്പിൾ ആണ്. എത്ര നമ്പർ ഓഫ് കാലറീസ് ഒരാൾ കഴിക്കുന്നു അത്രയും പൈസ നമ്മൾ കൊടുക്കും. 1 calorie 1 rupee, 10 calories 10 rupees, 10,000 calories 10,000 rupees. സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടയിൽ നിന്ന് 2 ഐറ്റമേ മേടിക്കാൻ പാടുള്ളൂ. 2 ഐറ്റത്തിൽ കൂടുതൽ മേടിക്കാൻ പറ്റത്തില്ല. ഏത് കടയിൽ പോയാലും അവിടുന്ന് 2 ഐറ്റം മാക്സിമം. ഈ സ്റ്റാർട്ടിംഗ് ഫ്രം 0 അതിനിടയിൽ എപ്പോഴെങ്കിലും വാഷ്റൂമിൽ പോകാനോ ഇപ്പൊ വൊമിറ്റ് ചെയ്യാനോ ടെൻഡൻസി വന്നാൽ ഡിസ്ക്വാളിഫൈഡ്. 3 hours ടൈമും ഉണ്ട്. 3 മണിക്കൂറാണ് ടൈം കൊടുത്തേക്കുന്നത്. ഇത്രയോ കറക്റ്റ് 4:30 മണിയായിട്ടുണ്ട്. 7:30 നമ്മള് ഗെയിം ക്ലോസ് ചെയ്യും. തുടങ്ങി. ആദ്യം എവിടെ പോകണം? ഫുഡ് കോർട്ടിൽ പോകാം. ഫുഡ് കോർട്ടിൽ എവിടെ? ഫുഡ് കോർട്ടില് മെക്ഡോണൾഡ്സ് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. എനിക്കൊന്നും അവന് ടെൻഷൻ ഒന്നും വരുന്നില്ല. അവന്തോ ചുമ്മാ ചില്ലായിട്ട് നിക്കുന്നു. കളി മനസ്സിലായി. 7 മിനിറ്റായി അവൻ പോയി ക്യൂവിന്റെ ബാക്കിലിരിക്കുന്നു. ഒന്നും ആയിട്ടില്ല. ഓർഡർ പ്ലേസ് ചെയ്തേ ഉള്ളൂ. ഓർഡർ ചെയ്ത് ഇനി നോക്കണം. ഒരുപാട് ടൈം എടുക്കുന്ന സാധനമാണെങ്കിൽ നിന്റെ ടൈം വെറുതെ പോയി. ഇനി നിന്നെ ടെൻഷൻ കൂടുതൽ കാര്യം പറയാം. നീ 2 ബണ്ണുള്ള സാധനമാണ് പറഞ്ഞത്. ഈ ബണ്ണെല്ലാം കഴിക്കുമ്പോൾ വെള്ളം കൂടി കുടിക്കുമ്പോൾ വീർത്തിരിക്കും. കഴിക്കാൻ പറ്റുമോ? ഞാൻ ആദ്യം ചെറിയ കഴിച്ച് പോവാം. ഷെയ്ക്ക് കുടിക്കേണ്ട അവസ്ഥയായിരുന്നു. അവൻ ഇപ്പോഴും ഒരു ലാഭം. അതാ നോക്കും, 30 മിനിറ്റ് കഴിഞ്ഞു. ഒരു പേടിയില്ല. അപ്പോ ആദ്യത്തെ ടാസ്ക് ആയിട്ട് അവൻ സബ്വേ ആണ് ചൂസ് ചെയ്തത്. അവിടെ 2 പറ്റത്തുള്ള പറയുമ്പോൾ അവർ ഒരു വെജും ഒരു നോൺ വെജ് സബ്വേ എടുത്തിട്ടുണ്ട്. വെജിന് 566 കാലറിയാണ്, നോൺ വെജിന് 708 കാലറിയാണ്. അപ്പൊ ഞാൻ പയ്യെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. പെട്ടെന്ന് കഴിച്ചോ? ഇപ്പൊ തന്നെ 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇതെനിക്ക് ടെൻഷൻ ആവുന്നു. അവ ഇവിടെ അറിയാം, അവ ഇവിടെ ഇല്ല, അവൻ വേറെ ഏതോ ലോകത്തൊക്കെ ഇരുന്ന് ആലോചിച്ച് കഴിയുന്നു. ആസ്വദിച്ച് തിന്നാനുള്ളതല്ലടാ. ഒരു ഐറ്റം കഴിഞ്ഞിട്ടുണ്ട്. വെജ് ഐറ്റം കഴിഞ്ഞു. ശരിയാ, ഇപ്പൊ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് നോൺ വെജ്. തീരാറൊന്നും ആയില്ല. റിഗ്രറ്റ് ചെയ്യുന്നു ആശിക്ക് തീരുമാനം. ഇതുവരെ റിഗ്രറ്റ് ചെയ്തില്ല. ട്രൈ ചെയ്ത് നോക്കാം, കിട്ടോ ഇല്ലേ. ഒന്നെങ്കിൽ ഊട്ടി അല്ലെങ്കിൽ ചട്ടി ചെയ്യുന്ന അവസ്ഥ. കറക്റ്റ് 1 മണിക്കൂറായി. നമുക്ക് 2 കഴിച്ചു കഴിഞ്ഞു. വായത്തിന് വാട് വെച്ചില്ല, പക്ഷെ വയറൊക്കെ ഏകദേശം നിറഞ്ഞ അവസ്ഥ. പിന്നെ 90% ഫുള്ളായി. ഒരു 85% ഫുള്ളായി. അവന്റെ കോപ്രായങ്ങൾ കാണിച്ചു. സമയം 6 മണിയായി. ഒന്നും ആയിട്ടില്ല. 2ാമത്തെ ഐറ്റം വാങ്ങിക്കാൻ ആലോചിച്ചോണ്ടിരിക്കുന്നു. അതെ, അവൻ ലുലുന്ന് ഒരു ഐസ്ക്രീമും ഒരു ഫാന്റയും മേടിച്ചു. ഇതിങ്ങനെ ഇങ്ങനെ കഴിക്കാനുള്ള സ്കൂപ്പ് എടുത്ത് കഴിയും. അതിന് സ്പൂൺ പൊട്ടുമെന്ന് വിചാരിച്ചു. അത് വെച്ച് വലിയ സ്കൂപ്പ് എടുത്ത് കഴിക്കാൻ നോക്കാം, പൊട്ടി വരാതിരിക്കാൻ. എലി തല്ലുന്നുണ്ട്. ഇവൻ ചലഞ്ച് വന്നതിന്റെ കാരണം ഇവൻ എന്ത് ചലഞ്ച് പറഞ്ഞാലും അവൻ പറഞ്ഞ അതിൽ അവനെ കൊണ്ട് പറ്റുമെന്നാണ് അവൻ ഇന്നേ വരെ അവന് ഒരു ചലഞ്ച് അവന് പാടായിട്ട് തോന്നിയിട്ടില്ല. അവൻ എന്ത് പറഞ്ഞാലും അത് അവന് സിമ്പിളാ, അവന് ഈസിയാ, അവന് ചെയ്ത് തീർക്കാൻ പറ്റും. പക്ഷെ ചെയ്യുമ്പോഴാണ് അവന്റെ കഷ്ടപ്പാട് അവൻ മനസ്സിലാവുന്നത്. ട്രൈ ചെയ്താലേ മനസ്സിലാക്കുള്ളൂ. ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു. ഇപ്പൊ അറിയാം നിന്റെ ഇവിടെ വരെ നിറഞ്ഞു, നിനക്ക് തന്നെ അറിയാം. നീ നേരത്തെ പറയുകയും ചെയ്തു ആ ഒരു അവസ്ഥ. അപ്പൊ ഇത് 2 ലിറ്റർ ഉണ്ട്, 2 liters, 1 liter. ഇങ്ങനെ കുടിക്കേണ്ടി വരും. ഇതൊന്നും എനിക്കറിയണ്ട. കേറുമോ കേറ്റും. സാധ്യത ഇല്ലെന്നങ്ങ് തുറന്ന് പറഞ്ഞോടാ. അറിഞ്ഞോടെ എനിക്ക് ഉറപ്പില്ലാത്ത ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. ശരി ശരി, ആയിക്കോട്ടെ. ഞാനൊക്കെ ആണെങ്കിൽ പറ്റൂലെന്ന് പറയും, എന്നാലും ഞാൻ ട്രൈ ചെയ്യുന്നു പറഞ്ഞു. അതെ, അതാണ് പിന്നെ സത്യം. പറ്റുമെന്ന് മനസ്സിൽ പറഞ്ഞാലേ പറ്റത്തുള്ളൂ. അതാണ് റിയാലിറ്റി. എന്തായാലും പറയണം. ഇപ്പൊ എന്റെ അടുത്ത് വെച്ചാൽ ഞാൻ പറയാം എന്നെ കൊണ്ട് പറ്റത്തില്ല, പക്ഷെ എന്നാലും ഞാൻ ട്രൈ ചെയ്യും. അങ്ങനെ പറയും. അതും കൂടെ പറഞ്ഞ പ്രശ്നമൊന്നും നിന്നെ ആരും തൂക്കിക്കൊണ്ടത്തില്ല. നീ പറഞ്ഞോ നിനക്ക് പറ്റത്തില്ല, പക്ഷെ എന്നാലും നീ ട്രൈ ചെയ്യും. പാന്റ് അവന്റെ സഹായത്തിന് വേണ്ടി കൊടുക്കാം. എനിക്ക് അത് കഴിഞ്ഞിട്ടേ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ്. പക്ഷെ എന്നാലും എനിക്ക് ഒറ്റ വഴി ബോധ്യങ്ങളുണ്ടെങ്കിൽ കരുതുകയായിരുന്നു. എങ്ങനെ ഇരിക്കണം? ആദ്യം നീ കിട്ടിയത് കഴിയടാ.
അയ്യോ ഫാൻ്റെ കേറിയതാണ് ഗൈസ്. സ്പീഡ് അത് കൊള്ളാണ്. പെട്ടെന്ന് ഇപ്പൊ നാളെ പനിച്ച് കിടക്കും. പാല് വെക്കണേന്നാ കയ്യിലടിച്ച് സമയം കളയാന്നു. നിങ്ങൾ വിചാരിക്കും അവൻ പേടിപ്പിക്കുന്നതാണെന്ന്. അല്ല, സത്യം പറഞ്ഞാ ഇപ്പുറത്തിരിക്കുന്നവൻ എല്ലാ ചലഞ്ചും ചെയ്യുമെന്നാണ് പറയുന്നത്. അത് കേട്ട് കേട്ട് മടുത്തൊരുത്തന്റെ രോദനമാണ് നിങ്ങൾ സത്യം. നാളെ വെച്ച് കഴിഞ്ഞിട്ട് അവൻ പറയത്തുള്ളൂ ഓക്കെ എനിക്ക് മതിയായിരുന്നു. അതുവരെ അവൻ പറയൂ. അവൻ മാംഗോ ഐസ്ക്രീമിന്റെ ഫാൻ്റെ ചേർത്താണ് കുടിച്ചത്. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചത്. എങ്ങനെയുണ്ട്? വെറൈറ്റി. ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാം കൂടെ കുടിച്ചു കഴിഞ്ഞാൽ രണ്ടെണ്ണം അടിച്ചു കയറിയിരിക്കുന്ന ഒരു ഫീല് തോന്നുന്നുണ്ട്. നിർത്തിക്കോ പറ്റത്തില്ലെങ്കിൽ. ട്രൈ നോക്ക്. വാള് വെക്കാൻ വരുന്ന ട്രൈ എത്ര വരെ കപ്പാസിറ്റി ട്രൈ നോക്കണം. ഞാൻ സത്യം പറയാം, നമ്മൾ അവിടെ നിന്നപ്പോ നമുക്ക് ഉറപ്പായി. എന്നാലും അവൻ പറഞ്ഞോണ്ടിരിക്കുന്ന ഇതിന്റെ ഇവിടെ വരെ കുടിക്കാന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. അതുകൊണ്ട് പിന്നെ ബാത്റൂമിന് തൊട്ടടുത്ത് ഇരുന്നിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അങ്ങനെ തീരുമാനിച്ച് ബാത്റൂമിന്റെ അടുത്ത് വരാന്ന്. അതാകുമ്പോ ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടാവില്ല. ആക്ച്വലി ഫാൻ്റെ ഇപ്പൊ വെള്ളമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഗ്യാസ് ഒക്കെ പോയി, പിന്നെ ഒഴിച്ച് തുറന്ന് കുറെ കഴിഞ്ഞാണ് അവൻ കുടിക്കുന്നത്. എടാ ഞാൻ ഇപ്പൊ വരാവേ. ഇവന് പറയുന്ന മനസ്സിലാവുന്നില്ല അല്ലേ? അയ്യോ, നെഞ്ചു വിരിച്ച് പോണത് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്, അല്ലേ? അതെ, ചലഞ്ച് തീർന്നിരിക്കുകയാണ്. ഔട്ടായെന്ന് വെച്ച് കഴിഞ്ഞാ വാള് വെച്ച് കൊളാക്കി സീനായി. എന്ന് പറഞ്ഞാൽ നമുക്കറിയായിരുന്നു ടേബിളിൽ വെച്ച് വാള് വെക്കും ഉറപ്പായിരുന്നു. പറഞ്ഞിട്ട് അവന് മനസ്സിലാവുന്നില്ല. അവനെ കൊണ്ട് പറ്റും പറഞ്ഞുകൊണ്ടിരിക്കുക. അവന് 1 ലിറ്റർ വരെ കുടിച്ച് തീർക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ നമുക്ക് നേരത്തെ ഇത് കിട്ടി. അങ്ങനെ നമ്മൾ നൈസായിട്ട് അവനെ ബാത്റൂമിൽ സൈഡിൽ കൊണ്ട് നിർത്തി. എന്നിട്ട് അവിടെ വെച്ച് ഒരു ചെറിയ കപ്പ് ഒഴിച്ചു കൊടുക്കും. അത് കുടിച്ചപ്പോൾ തന്നെ അവൻ ഇറങ്ങി ഒറ്റ ഓട്ടം ഓടി നേരെ ബാത്റൂമിൽ പോയി. ബാത്റൂമിൽ ഡോറ് കിട്ടാത്തതുകൊണ്ട് ബാത്റൂമിനകത്ത് ആൾക്കാർ ഫില്ലായി നിറഞ്ഞിരിക്കുകയായിരുന്നു. അവിടെ തറയിൽ മൊത്തം ബ്ലാസ്റ്റ്, ഒരു വോൾക്കാനോ ബ്ലാസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ ഓറഞ്ച് കളർ. അയ്യോ, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി, ഇല്ലെങ്കിൽ എല്ലാരും എന്നെ പിടിച്ചിടിച്ചേന്. എന്തായാലും പിള്ളേരൊക്കെ ചോദിച്ചു കൊടുക്കുന്നത് ഓറഞ്ച് കളർ. അവിടെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒരു കൊച്ചു വന്ന് അച്ഛന്റെ അടുത്ത് ചോദിക്കുന്നു അതെന്താ വെച്ചാ ഓറഞ്ച് കളർ. നമ്മളൊക്കെ ആളുകൾ പച്ചയും ബ്രൗണും ഒക്കെ അല്ലേ, ഓറഞ്ച് കളർ. നമ്മളപ്പോഴേ പറഞ്ഞ ഫാന്റെ മാറ്റാണ്. അല്ല, അതിപ്പോ മാംഗോ ഐസ്ക്രീം കഴിച്ചത്, അതുകൊണ്ട് എന്തായാലും ഓറഞ്ചോ മഞ്ഞ എടുത്തോളൂ. ശരി, അവിടെ വാഷ് ബേസ് മൈക്ക് കാണിക്കും അതുകൊണ്ട് തറയിലിട്ടു തോന്നി. മൈക്ക് കാണിക്കും. പെട്ടെന്ന് ഇങ്ങനെ വന്നതിന് എനിക്ക് ആ സമയത്ത് ഇതുകൊണ്ടാണ് മര്യാദക്ക് നമ്മൾ ചോദിച്ചോ നിർത്തണമെങ്കിൽ നിർത്തണമെങ്കിൽ. അപ്പൊ നിങ്ങൾ പറ്റും. അതുകൊണ്ട് ഇനിയെങ്കിലും കുറച്ചും കൂടെ വിവരമുള്ള ആൾക്കാർ പറയുമ്പോൾ അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, മനസ്സിലായി ഗൈസ്? ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഒരു സുഹൃത്തിന്റെ രോദനം. ഇത് രോദനമല്ല, കഷ്ടപ്പാട്. സത്യം. ഇനി ഇവൻ ചലഞ്ച് എന്ന് പറഞ്ഞ വരല്ലോ അല്ലേ? ആരോ നമ്മൾ തന്നാൻ വരുന്നു. ഈശ്വരോ, ഇവനെ കൊണ്ട് ചലഞ്ച് ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ചെയ്യാൻ പറ്റുമെന്ന് തെളിയിക്കാൻ നോക്കുകയാണ്. ഇനി മൂന്നാമത്തെ ചലഞ്ച്, ഇവൻ ഡാൻസർ ആണെന്നാണ് എപ്പോഴും പറയുന്നത്. ഡാൻസ് എന്ന് പറഞ്ഞത് അതും പറ്റൂല എന്ന് നമുക്കറിയാം. എന്നാലും നമ്മളൊരു ചലഞ്ച് കൊടുക്കും. പറ്റും. പക്ഷെ പറ്റില്ല. അത് നമ്മൾ അടുത്ത ചലഞ്ച് കാണിച്ചു തരുന്നതായിരുന്നു. ഞാൻ പറയണ ഇതിൽ തന്നെ അങ്ങ് തീർക്കാം. അതെ, ഈ വീഡിയോയുടെ ഔട്രോയിൽ നമ്മൾ ഇവന്റെ ഡാൻസ് ചലഞ്ച് ഫെയിൽ ആവുന്ന കാണിച്ചത്. ഇവൻ പറയുന്നത് ട്രിവാൻഡ്രത്തിലെ ബെസ്റ്റ് ഡാൻസർ എന്നാണ്.